എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബെൽറ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസൈൻ പ്രൊസീജിയറിലേക്ക് പോകാം. അപ്പോൾ അതിനകത്ത് ഡിസൈൻ പ്രൊസീജിയർ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് പ്രിലിമിനറി ഡിസിഷൻസ് ആണ്. അതായത് നമ്മുടെ ഈ ഫ്ലാറ്റ് ബെൽറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഒയാക്ക് ടൺ ലെതർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതിൻ്റെ ഡിസൈൻ സ്ട്രെസ് സിഗ്മ ഡി എന്ന് പറയുന്നത് 2 MPa ആയിരിക്കും. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അത് നമ്മൾ കാണാതെ പഠിക്കുക. രണ്ടാമത് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ പുള്ളി, അത് നമ്മൾ അസ്യൂം ചെയ്ത് കാസ്റ്റ് ആനായിട്ട് എടുക്കുന്നു. മൂന്നാമത്തെ ഡിസിഷൻ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് റിക്വയർഡ്, അത് നമ്മളെപ്പോഴും സിമെൻറ്റഡ് ജോയിൻ്റ് ആയിരിക്കും എടുക്കുന്നത്. അതിൻ്റെ എഫിഷ്യൻസി 100% ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി നാലാമത്തെ സർവീസ് കണ്ടീഷൻ, അത് നമ്മൾ മിക്കപ്പോഴും ക്വസ്റ്റിന് തരും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അസ്യൂം ചെയ്തിട്ട് സർവീസ് കണ്ടീഷൻ CS = 1.2 എന്നെടുക്കുക. അത് ലാസ്റ്റിലത്തെ ഡിസിഷനാണ് ഡിസൈൻ പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് PD = പവർ ഇൻറ്റു CS. നമുക്ക് ക്വസ്റ്റിന് പവർ തരും. അപ്പോൾ സർവീസ് കണ്ടീഷനും ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈൻ പവർ PD കിട്ടും, കിലോവാട്ട് കിട്ടും. അപ്പോൾ സ്റ്റെപ്പ് 1 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ഡ്രൈവർ പുള്ളി, അതായത് സ്മാൾ ലെറ്റർ D കണ്ടുപിടിക്കുക. അതിൻ്റെ ഇക്വേഷനാണ് 630 × ക്യൂബ് റൂട്ട് ഓഫ് PD / ഒമേഗ മാക്സ്. അത് നമ്മുടെ ഇക്വേഷൻ 14.9a കിടപ്പുണ്ട്. പക്ഷേ അവിടെ കുറച്ച് ഡേറ്റാ ബുക്ക് അനുസരിച്ച് അതിനകത്ത് കുറച്ച് തെറ്റുണ്ട്. അതായത് അവിടെ കൊടുത്തേക്കുന്ന D = 525 - 630 × ക്യൂബ് റൂട്ടാണ്. അവിടെ നമുക്ക് 525 വേണ്ട, നമുക്ക് 630 മാത്രം മതി. അപ്പം ആ ഡേറ്റാ ബുക്കിൽ തിരുത്തുക, ഇതുപോലെ ഇക്വേഷൻ ഇതുപോലെ ആക്കുക. എന്നിട്ട് നമ്മൾ D കണ്ടുപിടിക്കുക. ഇവിടെ ഒമേഗ മാക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട് 2πnmax/60. അപ്പോൾ നമുക്ക് അതിൻ്റെ RPM സ്പീഡ് നമുക്ക് RPMത്തിൽ ക്വസ്റ്റ്യന് തരും. അത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഒമേഗ മാക്സ് കിട്ടും. ഒമേഗ മാക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡയമീറ്റർ ഓഫ് ഡ്രൈവർ, അത് D കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് പേജ് നമ്പർ 313 പോയിട്ട് ടേബിൾ 14.13 B നോക്കുക. അവിടെ നമുക്ക് ഡയമീറ്റർ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. എന്നിട്ട് അത് സ്റ്റെപ്പ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ ഇനി അടുത്ത ഡ്രിവൺ പുള്ളിയുടെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. അതായത് സ്ലിപ്പ് കൺസിഡർ ചെയ്ത് നമ്മൾ ഡ്രിവൺ പുള്ളിയുടെ ഡയമീറ്റർ കണ്ടുപിടിക്കുക. അതിൻ്റെ ഇക്വേഷൻ D = 1 - ε × D × I. ഇവിടെ എപ്സിലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പാണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ തരും. അല്ലെന്നുണ്ടെങ്കിൽ അത് 1 to 3% ആയിരിക്കും വേരി ചെയ്യുന്നത്. അതായത് 0.01 മുതൽ 0.03 വരെ. ഇതിന് നമ്മൾ അസ്യൂം ചെയ്തൊരു വാല്യൂ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി I എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി റേഷ്യോ അല്ലെങ്കിൽ സ്പീഡ് റേഷ്യോ ആണ്. അതും മിക്കപ്പോഴും ക്വസ്റ്റ്യന് തരും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഷ്യോ എടുത്താൽ മതി. അതായത് N ഡ്രൈവർ / N ഡ്രിവൺ എടുത്തിരിക്കുമ്പോൾ നമുക്ക് I കിട്ടും. നമുക്കറിയാം D, നമ്മൾ സ്മാൾ ലെറ്റർ D നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അത് നമ്മൾ ഇക്വേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ D, അതായത് ഡ്രിവൺ പുള്ളിയുടെ ഡയമീറ്റർ കിട്ടും. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നേരത്തെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത പോലെ തന്നെ ഈ ഡയമീറ്റർ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അതായത് അതിനും നമ്മൾ നേരത്തെ എടുത്ത അതേ പേജ് നമ്പർ തന്നെ 313 ടേബിൾ 14.13 B എടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി നമുക്ക് ഡയമീറ്റർ D സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഇക്വേഷൻ നമ്മുടെ ഡേറ്റാ ബുക്കിലൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത് കാണാൻ പഠിക്കണം. അതായത് πD × N ഡ്രൈവർ × 1 - ε / 60,000. അതായത് നമുക്ക് അതിനകത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബെൽറ്റിൻ്റെ സ്പീഡ് കിട്ടും, m/s കിട്ടും. ഇനി സ്റ്റെപ്പ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ ഇക്വേഷനാണ് C > or = 1.5 to 2 D + D. ഇത് നമ്മുടെ ഡേറ്റാ ബുക്കിലുണ്ട്. അതിൻ്റെ ഇക്വേഷൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അത് മിക്കപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് എടുക്കുന്നത് C = 2 × D + D എന്നായിരിക്കും പ്രോബ്ലം ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇനി സ്റ്റെപ്പ് 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ μ കണ്ടുപിടിക്കുക. അതിൻ്റെ ഇക്വേഷൻ പേജ് നമ്പർ 290 ഏറ്റവും ലാസ്റ്റ് ഇക്വേഷനാണ്. അത് ഇക്വേഷൻ നമ്പറില്ല, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. μ = 0.54 - 0.712 / 2.542 + V. അതിനകത്ത് V നമുക്കറിയാം, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ബെൽറ്റിൻ്റെ സ്പീഡാണ്. ആ V ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ μ കിട്ടും. ഓക്കെ, അങ്ങനെ സ്റ്റെപ്പ് 6 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ബെൽറ്റിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. നമുക്കിവിടെ ഈ ഫ്ലാറ്റ് ബെൽറ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് 2 ബെൽറ്റുകളാണുള്ളത്. ഒന്ന് ഓപ്പൺ ബെൽറ്റും ക്രോസ്ഡ് ബെൽറ്റും. ഇത് ഏതാണ് ക്വസ്റ്റിന് നമ്മളോട് എടുത്ത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ക്രോസ്ഡ് ആണോ ഓപ്പൺ ആണോ എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്ത് ഓപ്പൺ ആയിട്ട് എടുക്കുക. അതിൻ്റെ ഇക്വേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് 2C + π/2 × D + D + D - D² / 4C. അല്ലെ ക്രോസ്ഡ് ബെൽറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനും ഇക്വേഷൻ സെപ്പറേറ്റ് ഉണ്ട്. അതെല്ലാം നമ്മുടെ ഡേറ്റാ ബുക്കിലുണ്ട്. ഇക്വേഷൻ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാ ഡേറ്റാസും നമ്മളിലുണ്ട്. C മാത്രമേ ഉള്ളൂ, സിയും ഡിയും മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കയ്യിൽ നേരത്തെ കണ്ടുപിടിച്ചു. അത് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ലെങ്ത് ഓഫ് ബെൽറ്റ് കിട്ടും.
ഇനി സ്റ്റെപ്പ് 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കുക. അതായത് നമ്മളിപ്പം ഞാൻ പറഞ്ഞ 2 ബെൽറ്റ് ഉണ്ട്, ഓപ്പൺ ബെൽറ്റും ഉണ്ട്, ക്രോസ് ബെൽറ്റ് ഡ്രൈവും ഉണ്ട്. അത് ഓപ്പൺ ബെൽറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 തീറ്റ കണ്ടുപിടിക്കണം. അതായത് സ്മാളർ പുള്ളിക്ക് തീറ്റ എസും ലാർജർ പുള്ളിക്ക് തീറ്റ എല്ലും കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റ കിട്ടും. ഇനി ക്രോസ്ഡ് ബെൽറ്റ് ആണെങ്കിൽ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, അത് ഉപയോഗിച്ച് നമുക്ക് തീറ്റ കണ്ടുപിടിക്കാം. ഇനി സ്റ്റെപ്പ് 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്ത്ത് കണ്ടുപിടിക്കുക. ബെൽറ്റിൻ്റെ വിഡ്ത്ത് ബി, സ്മാൾ ലെറ്റർ ബി കണ്ടുപിടിക്കുക പവർ ഇക്വേഷൻ ഉപയോഗിച്ച്. അതിൻ്റെ പവർ ഇക്വേഷനാണ് PD = BT × V / 1000 × സിഗ്മ D മൈനസ് WV² / 10⁻⁶ × G × e⁻μθ - 1 / e⁻μθ × ഈറ്റ. ഇത് നമ്മുടെ ഡേറ്റാ ബുക്കിനകത്ത് ഈറ്റ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവിടെ പോയി കറക്ഷൻ ചെയ്തിട്ട് ഈറ്റയും കൂടെ ഇവിടെ ആഡ് ചെയ്യണം. ഇനി ഇവിടെ നമുക്ക് അറിയാത്തതായിട്ട് W ഉണ്ട്. W എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ബെൽറ്റ് ആണ്. അത് 9810 Nm3 ആണ്. അതുപോലെ തന്നെ നമുക്ക് e⁻μθ, ഈ ഓപ്പൺ ബെൽറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏത് തീറ്റ കൊടുക്കുമെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതായത് ഓപ്പൺ ബെൽറ്റ് ആണെങ്കിൽ 2 തീറ്റ വരുമല്ലോ, തീറ്റ എസും ഉണ്ട്, തീറ്റ എല്ലും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാറ്റാനായിട്ട് നമ്മൾ ആദ്യം ഓപ്പൺ ബെൽറ്റ് ആണെന്നുണ്ടെങ്കിൽ e⁻μθയുടെ വാല്യൂ ആദ്യം സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അതായത് സ്റ്റെപ്പ് 9 വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയതിന് ശേഷം μs × തീറ്റ എസും μl × തീറ്റ എല്ലും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 2 വാല്യൂവിൽ ഏതാണ് ചെറിയ വാല്യൂ നോക്കുക. അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. പിന്നെ തീറ്റ എസും തീറ്റ എല്ലും നമുക്കറിയാം, അത് നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു. ഈ 2 ഇതുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഏതാണോ ചെറിയ വാല്യൂ അത് നമ്മൾ e⁻μθ ആയിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ ഈ പവർ ഇക്വേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് BTയുടെ ടേംസ് കിട്ടും. അതായത് BT = എന്ന് പറഞ്ഞൊരു ആൻസർ കിട്ടും. അതിനുശേഷം നമുക്കറിയാം 2 ഡയമീറ്റർ നമ്മുടെ കയ്യിലുണ്ട്, സ്മാൾ ലെറ്റർ ഡിയും ക്യാപിറ്റൽ ഡിയും. ഇതിനകത്ത് മിനിമം വാല്യൂ ഇതാ നോക്കുക. ആ മിനിമം വാല്യൂ കൊടുത്തിട്ട് T > or = 0.02 × D മിനിമം എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് Tയുടെ വാല്യൂ കിട്ടും, അതായത് ബെൽറ്റിൻ്റെ തിക്നെസ് കിട്ടും. ഓക്കെ, അതായത് 0.02 × D മിനിമം, അതായത് ചെറിയ ഡയമീറ്റർ ഏതാണോ അത് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തിക്നെസ് കിട്ടും. തിക്നെസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം BT = എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടിയായിരുന്നു. അവിടെ നിന്ന് നമുക്ക് B കണ്ടുപിടിക്കാൻ പറ്റും, വിഡ്ത്ത് B കണ്ടുപിടിക്കാൻ പറ്റും. അത് ശ്രദ്ധിക്കുക, ഈ വിഡ്ത്ത് B കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് പേജ് നമ്പർ 305 ടേബിൾ 14.1 പോയി അവിടെ അത് നമുക്ക് BA നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യണം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 10. അതായത് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് T1, T2, T0 ആൻഡ് TC. അതായത് ഈ 4 വാല്യൂസും കണ്ടുപിടിക്കണം. അതിന് ഓരോന്നിനും ഇക്വേഷൻ ഉണ്ട്, അതെല്ലാം ഡേറ്റാ ബുക്കിലുണ്ട്. അത് TCയുടെ ഇക്വേഷൻ ഉണ്ട്, അവിടെ നമുക്ക് ഇട്ട് കൊടുക്കുക. അതിനകത്ത് നമുക്ക് W നമുക്കറിയാം, B അറിയാം, B നമ്മൾ കണ്ടുപിടിച്ചു, വിഡ്ത്ത്, T നമുക്ക് തിക്നെസ് കണ്ടുപിടിച്ചു, വെലോസിറ്റി ഉണ്ട്, എല്ലാം കൊടുക്കുമ്പോഴത്തേക്ക് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനാണ് PD = T1 - T2 × V / 1000. ഇവിടെ നമുക്ക് T1 അറിയത്തില്ല, T2 അറിയത്തില്ല. അപ്പോൾ നമുക്ക് T1 - T2 = എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടാക്കുക. അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുക. അതിനുശേഷം അടുത്ത ഇക്വേഷനിൽ പോയിട്ട് T1 - TC / T2 - TC = e⁻μθ. ഇവിടെ നിന്ന് നമുക്ക് T1 - T2 = എന്ന് രണ്ടാമതൊരു ഇക്വേഷൻ കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ T1 - T2 = എന്നൊരു ഇക്വേഷൻ കിട്ടും. ഇവിടെ T1 - T2 = എന്നൊരു ഇക്വേഷൻ കിട്ടും. അതായത് 2 ഇക്വേഷൻ വന്നു. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 നമുക്ക് സോൾവ് ചെയ്യും. വാല്യൂസ് ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്യുമ്പോൾ 2 ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പം T1ൻ്റെയും T2ൻ്റെയും വാല്യൂ കിട്ടും. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഈ മൂന്നാമത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് ഇത് നമ്മുടെ ബെൽറ്റിൻ്റെ സ്പീഡ് വെലോസിറ്റി 10 m/s കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷന് പകരം ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അതായത് T1 / T2 = e⁻μθ. കേസ് ശ്രദ്ധിക്കണം, വെലോസിറ്റി അല്ല, ബെൽറ്റ് സ്പീഡ് 10 m/s താഴെയാണെങ്കിൽ മാത്രം ഈ ഇക്വേഷൻ മൂന്നാമതായിട്ട് ഉപയോഗിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ച് 2 ഇക്വേഷനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ T1ഉം T2ഉം കിട്ടും. ആ T1ഉം T2ഉം കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഇക്വേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് T0 ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ കഴിഞ്ഞ വർഷം ചോദിച്ച യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. ഡിസൈൻ എ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് ഫോർ എ കംപ്രസർ റണ്ണിങ് അറ്റ് 670 RPM which is driven by a 25 kW 1340 RPM motor. Space is available for a center distance of 3 meter. The belt is open type. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിന് ആൻസർ എന്ന് പറയുമ്പോൾ ആദ്യം ഗിവൺ ഡേറ്റാസ് എല്ലാം എഴുതുക. അതായത് സ്പീഡ് ഓഫ് ഡ്രിവൺ, അതായത് കംപ്രസറിൻ്റെ സ്പീഡ് 670 RPM, പവർ നമുക്ക് തന്നിട്ടുണ്ട് 25 kW, പിന്നെ ഡ്രൈവറിൻ്റെ സ്പീഡ് 1340 RPM, അതായത് മോട്ടോറിൻ്റെ സ്പീഡ്, പിന്നെ സെൻറ്റർ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 3 മീറ്റർ, അതായത് 3000 mm, പിന്നെ ബെൽറ്റ് ഓപ്പൺ ടൈപ്പാണ് നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് 1 പ്രിലിമിനറി ഡിസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിഗ്മ ഡിയും CS ഒക്കെ നമ്മൾ അസ്യൂം ചെയ്ത്, CS ഒന്നും നമുക്ക് തന്നിട്ടില്ല, അതായത് സർവീസ് കണ്ടീഷൻ തന്നിട്ടില്ല, അത് അസ്യൂം ചെയ്ത് 1.2 ആയിട്ട് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഡിസൈൻ പവർ കണ്ടുപിടിക്കുന്നു, P × CS. അപ്പോൾ നമുക്ക് 30 kW കിട്ടി. അതിനുശേഷം സ്റ്റെപ്പ് 2 പോയിട്ട് ഡ്രൈവർ പുള്ളിയുടെ ഡയമീറ്റർ കണ്ടുപിടിക്കുന്നുണ്ടോ.
ഒമേഗ മാക്സ് കണ്ടുപിടിച്ചു. അതിനുശേഷം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡയമീറ്റർ 326.70 mm എന്നാൽ കിട്ടി. അതിന് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് ടേബിളിൽ പോയിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ 400 mm എന്ന് കിട്ടി. അതാണ് ഡി. ഇനി സ്റ്റെപ്പ് 3 അതുപോലെ തന്നെ ഡ്രിവൺ പുള്ളിയുടെ ഡയമീറ്റർ, അതിന് ഇക്വേഷൻ നമ്മൾ കൊടുക്കുക. എപ്സിലോൺ നമ്മൾ അസ്യൂം ചെയ്ത് 2% ആയിട്ട് എടുക്കുക. അതുകൊണ്ട് ഐ നമുക്ക് തന്നിട്ടുണ്ട്, ഐ നമുക്ക് തന്നിട്ടില്ല. നമ്മൾ സ്പീഡിൻ്റെ റേഷ്യോ വെച്ച് ഐ കണ്ടുപിടിച്ചു. അത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് 784 mm എന്ന് കിട്ടി. അതിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണം നേരത്തെ ചെയ്ത പോലെ. അപ്പോൾ നമുക്ക് 800 mm എന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ ഡയമീറ്ററിൻ്റെ വാല്യൂ കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് സ്പീഡാണ് ഉണ്ടോ. ആ ഇക്വേഷൻ അതുപോലെ തന്നെ കൊടുക്കുക. എപ്സിലോൺ നമ്മൾ അസ്യൂം ചെയ്ത് 0.02 എടുത്തായിരുന്നു, അതിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ബെൽറ്റ് സ്പീഡ് കിട്ടി. ഇതെന്ന് പറയുന്നത് 10 m/s കൂടുതലാണല്ലോ. അപ്പോൾ നമ്മൾ മറ്റേ ശ്രദ്ധിച്ചോണം, ലാസ്റ്റ് സ്റ്റെപ്പിനകത്തെ ആ ഇക്വേഷൻ ആദ്യം തന്ന ഇക്വേഷൻ തന്നെ ഉപയോഗിക്കണം. ഇനി സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കേണ്ട. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ ഉണ്ട്. വി നമുക്കറിയാം, ബെൽറ്റ് സ്പീഡ്, അത് കൊടുക്കുമ്പോഴത്തേക്ക് മ്യൂ കിട്ടും. പിന്നെ സ്റ്റെപ്പ് 7 എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ബെൽറ്റ്, നമുക്കറിയാം ഓപ്പൺ ബെൽറ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ കൊടുക്കുക. ഇതിനകത്തെ വാല്യൂസ് എല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് MM-ൽ നമുക്ക് ലെങ്ത് ഓഫ് ബെൽറ്റ് കിട്ടും. ഇനി സ്റ്റെപ്പ് 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് കോൺടാക്ട്, നമുക്കറിയാം ഓപ്പൺ ബെൽറ്റ് ആയതുകൊണ്ട് തന്നെ 2 തീറ്റ വരും, തീറ്റ എസും വരും, തീറ്റ എല്ലും വരും. അപ്പം 2ൻ്റെ വാല്യൂ എഴുതുക. അതിനുശേഷം സ്റ്റെപ്പ് 9 പോയിട്ട് ബി കണ്ടുപിടിക്കാൻ പവർ ഇക്വേഷൻ ഉപയോഗിച്ച് ബി കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് W നമുക്ക് അസ്യൂം ചെയ്ത് നമുക്ക് 9810 Nm/m³. G നമുക്കറിയാം. ഈറ്റ നമ്മൾ അസ്യൂം ചെയ്ത് 100% ആയിട്ട് എടുക്കുന്നു. ഇത് കണ്ടോ, e⁻μθ വാല്യൂ നമുക്ക് ഓപ്പൺ ബെൽറ്റ് ആയതുകൊണ്ട് 2 തീറ്റ ഉണ്ട്. അപ്പം 2 e⁻ നമ്മൾ നോക്കുന്നു. ഇതിനകത്ത് ഏതാ ചെറുതെന്ന് നോക്കുന്നു. ആദ്യം e⁻μθs പിന്നെ e⁻μθl രണ്ടുകൂടെ നോക്കുമ്പോഴത്തേക്ക് കണ്ടേ e⁻1.558 e⁻1.6836. ഇന്നത്തെ ചെറുത് ഏതാണ്? ആദ്യത്തേതാണ് e⁻1.558 ആണ്. അപ്പോൾ അത് നമ്മൾ e⁻μθ ആയിട്ട് അസ്യൂം ചെയ്ത് കൊടുക്കുന്നു, പവർ ഇക്വേഷനിൽ കൊടുക്കുന്നുണ്ടോ. അത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് BT = 11.1132 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് മിനിമം വാല്യൂ, ഡയമീറ്ററിൻ്റെ മിനിമം വാല്യൂ ഏതാണെന്ന് നോക്കുന്നു. നമുക്കറിയാം ഡയമീറ്റർ നമുക്ക് കിട്ടിയത് 800ഉം 400ഉം ആയിരുന്നു. അപ്പോൾ നമ്മളത് മിനിമം 400 അതിട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് T 8 mm എന്ന് കിട്ടി. ഇനി നമുക്ക് T കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് B കിട്ടും. ഓക്കെ, അപ്പം B നമുക്ക് കിട്ടിയത് 138.889 mm എന്നാണ്. ഇനി അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. നമ്മൾ പേജ് നമ്പർ 305 പോയിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോഴത്തേക്ക് B 144 mm എന്ന് കിട്ടുന്നു. ഇനി സ്റ്റെപ്പ് 10 ലാസ്റ്റിലത്തെ സ്റ്റെപ്പാണ്. നമ്മൾ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ TC കണ്ടുപിടിക്കുന്നു. അത് നമ്മൾ ഇക്വേഷൻ ഉണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, എല്ലാ വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളാണ് രണ്ടാമത്തെ ഇക്വേഷൻ പീരിയഡ് ഇക്വേഷനിലേക്ക് പോകുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, T1ഉം T2ഉം നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ T1 - T2 = ആക്കുന്നു. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം അടുത്ത ഇക്വേഷന് പോകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് TCയുടെ വാല്യൂ ഇട്ട് കൊടുത്തു, e⁻μθ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ലാസ്റ്റ് T1 - 4.749 T2 = അതായത് T1 - T2 = എന്നൊരു ഇക്വേഷൻ എടുക്കുന്നു. അതിനെ ഇക്വേഷൻ നമ്പർ 2 ആക്കുന്നു. എന്നിട്ട് ഇക്വേഷൻ നമ്പർ 1നെ ഇക്വേഷൻ നമ്പർ 2നെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ T1ൻ്റെയും T2ൻ്റെയും വാല്യൂ നമുക്ക് കിട്ടും. അതിനെ നമ്മൾ ലാസ്റ്റ് ഇക്വേഷൻ കൊണ്ടുപോകും. അതായത് √T1 + √T2 = 2 × √T0. അവിടെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ലാസ്റ്റ് T0ൻ്റെ വാല്യൂ കണ്ടുപിടിക്കും, ന്യൂട്ടൺ കിട്ടുന്നു. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്.